ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഭക്തി നിർഭരമായ പരിസമാപനം. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരും. അരുൺ, ഇന്നലെ വരെ നമ്മൾ പുത്തൻ പുലരിയിൽ തത്സമയം എവിടെ നിന്നാണോ വിവരങ്ങൾ നൽകിയത് അതേയിടത്ത് നിന്നാവില്ല അരുൺ കൊടുങ്ങൂർ ഇന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് രാവിലെ ഭക്തി നിർഭരമായ പരിസമാപനം നമ്മൾ തത്സമയം നൽകി. 5:15 മുതൽ അങ്ങോട്ട് കൃത്യമായി എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അതൊരു അപൂർവ നിമിഷവുമായിരുന്നു. അരുൺ, തീർച്ചയായും കൃഷ്ണരാജ്, സോപാനം പോലെ തന്നെ ഏറ്റവും പരമപ്രധാനമായ പവിത്രമായ പൊന്നു 18-ാം പടിക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് 18-ാം പടി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വാർത്താ പുലരി നമ്മൾ തുടങ്ങുന്നത്. നേരത്തെ നമുക്ക് കിട്ടിയ ഒരു അനുഭവം, അതായത് ഈ ഒരു മണ്ഡലകാലത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ തന്നെയായിരുന്നു ഏറ്റവും ആദ്യം സന്നിധാനത്തു നിന്നും ലൈവ് ആരംഭിച്ചത്. അതേ ക്യാമറമാൻ അനീഷ് കാട്ടാക്കട ഇന്ന് നമുക്കൊപ്പമുള്ളത്. എന്തായാലും ആ ഒരു ടീം അപ്പം സനലുണ്ട്. അങ്ങനെ ആ ഒരു ടീം തന്നെ ഇവിടേക്ക് എത്തിച്ചു. നേരത്തെ നമ്മൾ നൽകിയ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ നിയോഗമായി ഭഗവാൻ തന്ന ഈ അവസരങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ലൈവ് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു ഭക്തൻ അപ്രതീക്ഷിതമായി നമ്മുടെ ഫ്രെയിമിലേക്ക് എത്തുന്നു. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, അതായത് നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു ലൈവുകൾ വാർത്തകൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹമായി തന്നെയാണ് ആ വാക്കുകൾ ആ ഭക്തൻ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ദീപാരാധനയും ഹരിവരാസനവും എന്നും ഇവിടെ എത്താൻ കഴിയാത്ത ആ ഭക്തർക്ക് അത് കൃത്യമായി തന്നെ നമ്മളിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ സംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നു. അത് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു ഇടമാണ്. അന്നേരം ഭഗവാന്റെ വാക്കുകളായി തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടതും. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം കൂടി അങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടി. എന്തായാലും എല്ലാ ദിവസവും നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ശരണം വിളികളോടെ നിറയുന്ന ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാർത്താ പുലരി ആരംഭിച്ചത്. എന്തായാലും ഇന്നത്തെ വാർത്താ പുലരിയും ഇങ്ങനെ ഈ ഒരു സോപാനത്തിന് ഇങ്ങനെ താഴെ പവിത്രമായ 18-ാം പടിക്ക് താഴെ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ചടങ്ങുകളിലേക്ക് ഏറ്റവും പ്രധാനമായി പോകാം. രാവിലെ 5 മണിയോടെയാണ് നട തുറന്നത്. ഇതിനുശേഷം ഗണപതി ഹോമം നടന്നു. ഇതിനുശേഷമാണ് രാജപ്രതിനിധി ദർശനത്തിനായി എത്തിയത്. രാജപ്രതിനിധിയുടെ ദർശനത്തിൻ്റെ സമയത്ത് തന്നെയാണ് തിരുവാഭരണ പേടകം തിരിച്ച് പന്തളത്തേക്കുള്ള പന്തളം താരയിലൂടെ പരമ്പരാഗതമായ തിരുവാഭരണ പാതയിലൂടെയുള്ള ആ ഒരു യാത്ര. നമുക്കറിയാം, ഭക്തി നിർഭരമായുള്ള ഒരു വലിയ യാത്ര. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ഭക്തരുടെ നാവുകളിൽ നിന്നും ഉയരുന്ന ശരണമന്ത്രങ്ങളോടെ അകമ്പടിയിൽ നടന്നുള്ള യാത്ര. കഴിഞ്ഞ ദിവസം തിരുവാഭരണ സംഘത്തിൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചിരുന്നു. അവർക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായ ഒരു അനുഭൂതി, അത് വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ആത്മീയ അനുഭൂതി. അതായത് തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ യാത്ര. തിരുവാഭരണ പേടകം അങ്ങ് ശിരസിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആനന്ദ നൃത്തമാടി തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുവാനുള്ള ആ ഒരു സമയത്തേക്കുള്ള സന്നിധാനത്തേക്കുള്ള ഒരു യാത്ര. അതൊക്കെ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ് ആ തിരുവാഭരണ സംഘത്തുള്ളത്. അതുപോലെ തന്നെ ഒരു വൈകാരികമായ ഒരു മുഹൂർത്തമാണ് തിരിച്ച് ഉള്ള ആ ഒരു ഇറക്കം എന്നത്. ആ ഒരു ഇറക്കവും നമ്മൾ തത്സമയം തന്നെ കൊടുത്തിരുന്നത്. അതിനുശേഷമാണ് രാജപ്രതിനിധി ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കി, ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ വാതിലുകൾ അടച്ച് സന്നിധാനത്തു നിന്നും ഇവിടേക്ക് 18-ാം പടിയിലൂടെ താഴേക്ക് എത്തുന്ന ആ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് തത്സമയം. അതോടൊപ്പം തന്നെ കിഴിപ്പണവും നൽകിയതിന് ശേഷമാണ് അദ്ദേഹം പന്തളത്തേക്കുള്ള യാത്ര നൽകിയത്. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഭക്തി നിർഭരമായുള്ള ഒരു സമാപനമാണ് സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഏറ്റവും പ്രധാനമായി മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം. മലയാള നാടെന്നാകെ പുണ്യം പേറുന്ന ആ ഒരു ദിവസങ്ങൾ. അയ്യൻ്റെ പൂങ്കാവനത്തിലെ എല്ലായിടങ്ങളും അങ്ങ് ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ആ ഒരു അന്തരീക്ഷത്തിന് സമാപനമായിരിക്കുകയാണ്. ഇനി 1 വർഷം നീണ്ട കാത്തിരിപ്പിലാണ് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ, അങ്ങ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കൊന്ന് കാണാൻ, ആകാശത്ത് മകരജ്യോതി ഒന്ന് കാണുവാൻ, ആ ഒരു മകരസംക്രമ നക്ഷത്രം ഒന്ന് കാണുവാൻ ഉള്ള ഒരു കാത്തിരിപ്പിലാണ്. മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പൊന്ന് കാണുവാനുള്ള കാത്തിരിപ്പാണ്
ശരംകുത്തിയിലേക്കുള്ള മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കാണുവാനായി, അതോടൊപ്പം തന്നെ മാളികപ്പുറത്ത് നിന്നും മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ആ ഒരു ഗുരുതി ഒന്ന് കാണുവാനുള്ള ആ ഒരു കാത്തിരിപ്പാണ്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം ഭഗവാന്റെ മുന്നിലേക്ക് എത്തുക, ഒരു നോക്കെങ്കിൽ ഒരു നിമിഷമെങ്കിൽ ഭഗവാനെ ഒന്ന് കാണുക, അത് ഭക്തരെ സംബന്ധിച്ചോളം വരുന്ന ഒരു വർഷത്തേക്കുള്ള വലിയ ഊർജ്ജമാണ്. മുന്നോട്ടുള്ള ജീവിത വിജയത്തിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് മലയാളികൾ മാത്രമല്ല അന്യദേശങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി ഈ ഭഗവത് സന്നിധിയിലേക്ക് വ്രതശുദ്ധിയോടെ 41 ദിവസം വ്രതശുദ്ധിയോടെ, അതോടൊപ്പം തന്നെ നെയ്ത്തേങ്ങയുമായി അയ്യന് അഭിഷേകം ചെയ്യാനുള്ള നെയ്ത്തേങ്ങയുമായി എത്താൻ ഭക്തർക്ക് കഴിയുന്നു എന്നത്, അതോടൊപ്പം തന്നെ തിരുവാഭരണ വിഭൂഷിതനായ സ്വാമി അയ്യപ്പനെ കാണുവാനുള്ള ആ ഒരു മഹാനിയോഗം കൂടി ഭക്തർക്ക് ലഭിച്ചു. അങ്ങനെ ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ ഏറ്റവും ഭക്തിയോടെ തന്നെ ഈ ഭക്തർക്ക് ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ സാക്ഷിയാകാൻ കഴിഞ്ഞു. അങ്ങനെ വൈകാരികമായ ഏറ്റവും ഒടുവിൽ ആ നിമിഷങ്ങൾ കൂടി നമ്മൾ സാക്ഷിയായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഭക്തി നിർഭരമായുള്ള ഒരു അന്തരീക്ഷത്തിൽ എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ നിറയുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ഭക്തരുണ്ടാകും അവിടെ. ഇപ്പോൾ പിന്നിൽ കാണാം ചിലർ ആകാംക്ഷയോടെ ഇതൊക്കെ അരുൺ കൊടുങ്ങൂർ പറയുന്നതൊക്കെ കേട്ടു നിൽപ്പുണ്ട്. ഭക്തർ അവിടെയുണ്ട്. അവരോടൊക്കെ ഈ ഒരു നിമിഷം എങ്ങനെയാണ് നെഞ്ചിലേക്ക് കൊണ്ടുവന്നത്? ആരും കണ്ണു നിറയാതെ ഒരാൾക്കും അവിടെ നിൽക്കാനാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടുകൂടി ചോദിക്കും. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു അയ്യപ്പന്മാർ ദർശനത്തിന് അപ്പുറത്തേക്ക് പുണ്യമായ പൂങ്കാവനത്തെ അത് പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാനായി എത്തിയിരിക്കുക ആളുകൾ തന്നെയാണ്. എങ്ങനെയാണ്? நாங்கள் எல்லாருக்கும் தமிழ்நாட்டில் வந்துட்டு ஒரு 300 ஆட்கள் கொண்டு தமிழ்நாட்டிலிருந்து நம்மளோட சபரிமலைக்கு ஒக்க க்ளீன் செய்யப்பட வந்தோம். இது க்ளீனாக்கிட்டு இவരുടെ പ്ലാസ്റ്റിക് ആയിനും നമ്മുടെ ഫുള്ള് ടെസ്റ്റായിക്കൊണ്ട് സാധനങ്ങൾ എല്ലാം എടുത്ത് സുപ്പുറപ്പെടുത്തി നമ്മുടെ പുണ്യ പൂങ്കാവനത്തെ பாதுகாக்கணும். எல்லா மக்களும் ஐயப்பமார்கள் அனைவரும் ஆகங்கே கோவில்களை தூய்மைப்படுத்துவதற்கான உளவார பணி செய்கின்ற ശബരിപാട്ടി മുത്തച്ഛൻ്റെ സേവന ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ തറവാടാണ് നമ്മുടെ അയ്യപ്പുடைய മുന്നോர்கள் മൂതാതിയിൽ വിട്ടുകൊണ്ട് നമ്മൾ പണിയണേ. ഈ കുരുതി പൂജ കഴിഞ്ഞു നടസാത്തിയ പിൻപ് പിന്നെ നമ്മുടെ സന്നിധാനം ഫുള്ളാக ക്ലീൻ செஞ்சு ஐயப்பனை தொழுகு நம்முடைய முன்னோர்கள் மூதாய் செய்த பணியை செய்து நாமளும் நம்முடைய நாடும் நம்முடைய மக்களும் அனைவரும் தூய்மையாக சுத்தமாக இருக்க வேண்டும் என்பதற்காக நாம் இப்பணிகளை மேற்கொள்கின்றோம். அவரவர் அங்கங்கே இருக்கக்கூடிய குப்பைகளை அகற்றணும், பிளாஸ்டிக் பொருளை ஒதுக்கணும், மிருகங்கள் புல்லாக வாழணும், எல்லோரும் சுத்தம் வரணும். பிளாஸ்டிக் பொருள் எதையுமே நம்ம சபரிமலை யாத்திரைக்கு கொண்டு வரக்கூடாது. எல்லா ஐயப்பமார்களும் அதை பின்பற்ற வேண்டும். தூய்மை என்பது நம்ம மட்டும் இல்லை, நம்மளை சார்ந்து சுற்றுப்புறமும் தூய்மை பண்ணுவதற்கான நம்மளோட சபரி சேவனத்தை அவனை வணங்கி சமாஜம் சபரிமலை ஐயப்பா சேவா சமாஜத்தினுடைய ஒரு ஒருங்கிணைந்த கமிட்டியோடு இந்த பணியை நாங்கள் மேற்கொள்கின்றோம். நம்முடைய ஒவ்வொரு பணிகளையும் நல்லபடியாக செய்வதற்காக வாழ்த்துக்களையும் அவர் வழிகாட்டுதலும் நம்முடைய குருமார்களுடைய நல்ல ஆசீர்வாதத்தோடு இப்பணியை செய்கின்றோம். இப்பணிக்கான முன்னிருந்து குருசம் எழுதக்கூடிய ராஜேந்திரன், ശബരിപാട്ടി ഉളവാര പണിയുടെ ആർഗനൈസർ, തമിഴ്നാട്. സ്വാമി ശരണം. അതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഈ തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു വലിയ ക്യാമ്പയിനായിരുന്നു ഈ പ്ലാസ്റ്റിക് രഹിതമായുള്ള ഒരു തീർത്ഥാടന കാലം. അത് തന്നെ ഭക്തരൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് ശബരിമലയിലേക്ക് ഒരു പ്ലാസ്റ്റിക് പോലും എത്താതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം. അത് പെട്ടെന്ന് ഒരു വലിയൊരു ക്യാമ്പയിനിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല, അത് കാലങ്ങളായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൃത്യമായി തന്നെ ഭഗവത് സന്നിധി അങ്ങനെ പുണ്യമായി പവിത്രമായി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു കാര്യം തന്നെ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി തന്നെ അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ചോളം ഈ ഒരു ക്യാമ്പയിനൊക്കെ തന്നെ അവർ ഏറ്റെടുത്തുകൊണ്ട് ഈ ഭഗവത് സന്നിധിയെ പരമപവിത്രമായി സൂക്ഷിക്കാനായി ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട് ഈ ശബരിമല ഒന്നാകെ കൃത്യമായി തന്നെ ശുചീകരിച്ചുകൊണ്ട് അയ്യൻ്റെ പൂങ്കാവനത്തെ പുണ്യമായി തന്നെ പവിത്രമായി തന്നെ പരിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇവർ നടത്തുകയും ചെയ്തത്. എന്തായാലും എരുമേലിയിൽ ഈ ഒരു കൃത്യമായ ശുചീകരണം നടത്തി, അതോടൊപ്പം തന്നെ പമ്പയിൽ ശുചീകരണം നടത്തി, ഏറ്റവും ഒടുവിൽ സന്നിധാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അവരൊക്കെ തന്നെ. കാട്ടാക്കടയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം ആ തത്സമയ ദൃശ്യങ്ങൾ കാണിക്കുന്നത് അവസാനിക്കാറായി. അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ തത്വമസിയിലേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക്
പോയതും. അതെ, ശരി. ഉഷാ നെല്ലൂർജി അനീഷ് കാട്ടാക്കടയ്ക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരുൺ സന്ദീപ് പറയുന്നു, അരുൺ കൊടുങ്ങൂർജി സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്, ഇനി മലയിറങ്ങാൻ സമയമായി. ജനത്തിൻ്റെ അരുൺ കൊടുങ്ങൂരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് PRP കുറിപ്പ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ വന്ന റിപ്പോർട്ടർമാരെയൊക്കെ ഏകോപിപ്പിച്ച ഒരു മണ്ഡലകാലം. അതെ അതെ. ഒപ്പം മുരളീധരൻ പറയുന്നു, 10 വർഷമായി ശബരിമലയിൽ പോകാതെ തന്നെ ദീപാരാധനയും ഹരിവരാസനവും ഒക്കെ തൊഴാൻ സാധിച്ചതിലൊരു കാര്യം. അതിന് ജനം TV യോട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തീർത്ഥാടനം തുടങ്ങിയ സമയം മുതൽ തന്നെ വളരെ ഭംഗിയായി ഈ തീർത്ഥാടന കാലം മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്, ലോകമെമ്പാടും എത്തിക്കാൻ സാധിച്ചതിലുള്ള നന്ദി എല്ലാവരും ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. അതും വളരെ എന്തായാലും മനസ്സ് നിറയുന്നു, കണ്ണും. കാരണം ഒരു മണ്ഡല മകരവിളക്ക് കാലം എല്ലാ ദിവസവും പുത്തൻപുലരി തുടങ്ങുന്നത് സന്നിധാനത്ത് നിന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും വരെ എല്ലാ പ്രസക്ത ഭാഗങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എല്ലാ സുപ്രധാന ചടങ്ങുകളും തത്സമയം എത്തിച്ചു. അത് വലിയൊരു നിറവാണ് മനസ്സിൽ. കൃഷ്ണൻ, ഈ കണ്ണ് നിറയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ശബരിമല നടയടച്ചു, ഭഗവാൻ യോഗനിദ്രയിലേക്ക്. പന്തളം രാജനായി കൊണ്ടുവന്ന തിരുവാഭരണം തിരികെ കൊണ്ടുപോകുന്നു. വീണ്ടും സ്വാമിയും കാട്ടിലെ വന്യജീവികളും കാടിൻ്റെ സംഗീതവും മാത്രം.